നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമാടി. US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ നമ്മുടെ ആമക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇവിടെ നാളെ പൂരം ആഘോഷിക്കുകയാണ്. നാളത്തെ പരിപാടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ക്ഷേത്ര മേൽശാന്തി മലമരി വെളിച്ചപ്പാടും നമ്മോട് പറയും. നാളെ കാലത്ത് 4 മണിയോട് കൂടിയിട്ട് ക്ഷേത്രം നട തുറക്കും. അതിനുശേഷം തന്ത്രി പാലക്കാട്ടിൽ നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ പൂജാകർമ്മങ്ങൾ അദ്ദേഹം നേതൃത്വം നൽകും. അതിനുശേഷം ഉച്ചപൂജ, മറ്റ് വഴിപാടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഉച്ചയ്ക്ക് 3 മണിയോട് കൂടിയിട്ട് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. അതിനുശേഷം 5 മണിക്ക് ദേവസ്വം പൂജ ഇവിടെ നടപ്പറയിൽ അവസാനിച്ചതിന് ശേഷം മറ്റ് ഘടകപൂരങ്ങളെല്ലാം വന്ന് ഇവിടെ കലാശിച്ച് മടങ്ങുന്ന ചടങ്ങാണ് നാളേക്കുള്ളത്. വൈകുന്നേരം അതിനുശേഷം ദീപാരാധന. ഉച്ചപൂജയുടെ സമയം ഈ തിരക്കിനനുസരിച്ചിട്ട് മാറ്റം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് സമയം പറയാൻ പറ്റില്ല. മറ്റ് സമയങ്ങളിൽ ദീപാരാധന 6:30 ദീപാരാധന. അത്താഴപൂജ ഇല്ല നാളെ. ഒരു മലർ നൈവേദ്യം മതിയേ ഉള്ളൂ. അത്രേ പതിവുള്ളൂ സാധാരണ. പിന്നെ പിറ്റേ ദിവസം ശുദ്ധിയോട് കൂടിയിട്ട് ചെയ്യണ പതിവ്. അങ്ങനെ ക്ഷേത്ര ചടങ്ങുകൾ രാവിലെ. അതിനുശേഷം തായമ്പക, കേളി, കൊമ്പുവറ്റ്, കോൽപ്പറ്റ്, ക്ഷേത്ര കാര്യങ്ങളായിട്ട് നടക്കും. പിന്നെ 12 മണിക്ക് ശേഷം ദേവസ്വം ആദ്യം പൂരം എഴുന്നള്ളിക്കും. അതുപോലെ കടപൂരങ്ങളും വരും. അത് സമയം ക്രമീകരണം കുറച്ച് അങ്ങോട്ടും മാറ്റം വരും. എന്നാലും അങ്ങനെ സാധാരണ നടന്നു വരുന്ന ചടങ്ങുകൾ. വൈകുന്നേരം ദീപാരാധന, 6:30 ദീപാരാധന. ദീപാരാധന സമയത്ത് നാഗസ്വരം. അത് കഴിഞ്ഞ കുറച്ച് നേരം ഇതുണ്ട്. അത് കഴിഞ്ഞ സന്ധ്യാല കൊട്ടി. സന്ധ്യാല കഴിഞ്ഞ തായമ്പക കഴിഞ്ഞപ്പോൾ പഞ്ചമത്തിലെ കിളി, കൊമ്പ്, കുഴൽ, അങ്ങനെ. അത് കഴിഞ്ഞാൽ അപ്പോഴേക്കും പിന്നെ വെളിച്ചപ്പാടന്മാർ കുളിച്ച് വന്നിട്ട് പൂരത്തിൻ്റെ രാത്രിത്തെ എഴുന്നള്ളിപ്പിൻ്റെ സമയം. രാത്രി ഒരു ആനയും കൂടിയിട്ട് ഇങ്ങനെ പോയി അവിടെ നിന്ന് കുറച്ച് ദൂരം പോയിട്ട് അവിടെ നിന്ന് താലം കൊളുത്തി വന്ന് കൂത്തുമാടത്തിൻ്റെ മുന്നിൽ 5 ആന നിരന്നിട്ട് പഞ്ചവാദ്യം തുടങ്ങിയിട്ട് താലം പുറപ്പെട്ടു പോരും. അമ്പലം 3 പ്രദർശനം വെച്ച് താലം ചെരിഞ്ഞിട്ട് വെച്ചാൽ പിന്നെ ആ ചടങ്ങുകൾ കഴിഞ്ഞു. പിന്നെ ഒരു 3 മണിയോട് കൂടിയിട്ട് മൂത്തോട്ടി അടങ്ങാറിലാണ്. അപ്പോഴേക്കും ഓരോരോ ഘടകപൂരങ്ങൾ വന്നിട്ട് അവരുടെ ഇത് കഴിഞ്ഞിട്ട് 5 മണിയോട് കൂടിയിട്ട് പൂരങ്ങളൊക്കെ അവസാനിക്കേണ്ടതാണ്. അങ്ങനെയാണ് അല്ലേ? അപ്പൊ നാളെ ഒരു ഉച്ചയ്ക്ക് ദേവസ്വം കമ്മിറ്റിയുടെ ആണല്ലോ ആദ്യം എഴുന്നള്ളിപ്പ് വരിക അല്ലേ? അത് എവിടുന്ന തുടങ്ങുക എഴുന്നള്ളിപ്പ്? നമ്മുടെ കൂത്തുമാടത്തിന്റെ അവിടെ നിന്ന് തുടങ്ങും അല്ലേ? കിഴക്കുഭാഗത്തുള്ള കൂത്തുമാടത്തിന്റെ അതാണ് തുടക്കം അല്ലേ? അതിനുശേഷം വിവിധ ഘടകപൂരങ്ങൾ അല്ലേ? ആന പഞ്ചവാദ്യം എഴുന്നള്ളിപ്പുകൾ. ക്ഷേത്രത്തിന്റെ അവിടുന്ന് പോന്നിട്ട് ക്ഷേത്രത്തിന്റെ നടക്കിൽ കൂട്ടിയിട്ട് പ്രദക്ഷിണം വെച്ചിട്ട് വടക്കുമാതലത്തിൽ അവസാനിക്കും. പിന്നെ കുറച്ച് നേരം മേളുണ്ട്. മേളം കഴിഞ്ഞ